വീണ്ടും സിസ്റ്റം തകരാറാണ്. ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം തകരാറുകൾ നമ്മൾ എത്ര വട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. മരിച്ച വ്യക്തി മരിക്കുന്നതിന് അല്പം മുമ്പ് നടത്തിയ പ്രതികരണം, അതിൻ്റെ ശബ്ദമാണ് നമ്മൾ മുഴുവൻ കേട്ടത്. അപ്പോൾ അതൊരു മരണമൊഴിയായിട്ട് എടുക്കണം. അവനവൻ അനുഭവിച്ചു പോയ സാഹചര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മാത്രമല്ല ഇത് എല്ലാവരും അറിയണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട്, അതായത് മരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ നടത്തിയിരിക്കുന്ന ആ വാക്കുകളാണ്. ആ വാക്കുകളൊന്നുകൂടെ കേൾക്കാം നമുക്ക്. സമൂലം അഴിമതി കൊണ്ട് ആറാടിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കാൻ ശ്രമിക്കത്തില്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്നതാ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇന്ന് 6 ദിവസം തികയുക. കിട്ടുന്നതിൽ ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോണേന്നും പറഞ്ഞു വിട്ട് വന്ന പേഷ്യൻ്റാണ് ഞാൻ. ഡോക്ടറോട് പലതവണ ചോദിച്ചു എൻ്റെ പേരിലുള്ള ഈ ചികിത്സ ഇപ്പോൾ നടക്കുമെന്ന്. അവർക്കൊരുവിധ ഐഡിയയുമില്ല. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ ശാപങ്ങളുടെ പർദീസയായി മാറിയിരിക്കുകയാണ്. എൻ്റെ ജീവൻ എന്തെങ്കിലും അപായം സംഭവിച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഈ വോയിസ് കൊണ്ട് പുറം ലോകത്തെ അറിയിക്കണം. സുഹൃത്തിനയച്ച ശബ്ദരേഖയാണ്. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിലെ, പ്രത്യേകിച്ചും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ സൗകര്യങ്ങളും അവിടുത്തെ സിസ്റ്റമെല്ലാം വലിയ തകരാറിലാണെന്നും കൈക്കൂലി കേന്ദ്രങ്ങളാണെന്നും അവിടെ ചികിത്സ സമയത്തിന് കിട്ടാതെ മരണപ്പെടേണ്ടി വന്ന ഒരു വ്യക്തി മരണത്തിന് തൊട്ടു മുമ്പ് തന്റെ സുഹൃത്തിനയച്ച വോയിസ് സന്ദേശത്തിൽ പറഞ്ഞത് പുറത്തു വന്നതോടുകൂടിയാണ് ഇത് വലിയ വിവാദമാകുന്നത്. സ്മൃതിയും അരുൺകുമാറും അതിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അരുൺകുമാറിന്റെ അഭിപ്രായത്തിനോടാണോ സ്മൃതിയുടെ അഭിപ്രായത്തിനോടാണോ നിങ്ങൾ യോജിക്കുക എന്നത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ ഇടുക. ഈ തരത്തിൽ നമ്മുടെ സിസ്റ്റം അട്ടർ ഫെയിലിയർ ആയോ, അതല്ല അരുൺ പറയുന്നതിൽ കാര്യമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ആ ഒരു ഡിബേറ്റിനെയും ആ ഒരു സംഭവത്തെയും വിശകലനം ചെയ്യുകയാണ് സ്പേസ് മലയാളം. ഇവിടെ സ്പേസ് മലയാളം ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ വിഷയത്തിൽ സ്മൃതി പരുത്തിക്കാടിന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ചോദ്യങ്ങൾക്കുത്തരം തരണ്ടേ? പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. രോഗിയായാലും കൂട്ടിരിപ്പുകാരായാലും എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യം അവരോട് പറയേണ്ടതേ ഇല്ല എന്ന രൂപത്തിൽ അവഗണിക്കുന്നു എന്നുള്ളതാണ്. മറുപടി പറയാതിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ചികിത്സയെ സംബന്ധിച്ച് ഇപ്പോൾ ചികിത്സ നൽകി എന്നൊക്കെ ഇപ്പോൾ സൂപ്രണ്ട് എന്നാണ് വിശ്വാസം എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ചികിത്സ നൽകി ഈ സംവിധാനം ആകെ കൂടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇത് എത്ര കാലമായി ചർച്ച ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഉപകരണക്ഷാമം ഗതികെട്ട് വേറെ നിവൃത്തിയില്ലാതെ വിളിച്ചു പറഞ്ഞ വകുപ്പ് മേധാവി ഡോക്ടർ CH ഹാരിസിന്റെ അനുഭവം നമ്മൾക്കറിയാമല്ലോ. അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസിക പ്രശ്നമാണെന്ന് പറയുന്നു. അദ്ദേഹം മോഷണം നടത്തിയെന്ന് പറയുന്നു. അദ്ദേഹം ഉപകരണം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നു. എന്തൊക്കെ നമ്മൾ കണ്ടു. എത്ര കേസുകളാണ്. ഇപ്പോൾ പാലക്കാട് ഒരു കുട്ടിയുടെ കൈ മുറിച്ചു, വീണ് പൊട്ടിയതാണ്. അത് കൈ മുറിച്ചു കളയേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നു. അത് സ്വകാര്യ ആശുപത്രികളെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ലേ എന്ന് തിരിച്ച് അപ്പുറത്തുനിന്നും ആരോഗ്യവകുപ്പ് ചോദിക്കുന്നുണ്ടാകാം. സ്വകാര്യ ആശുപത്രികളിൽ പണം കൊടുക്കാൻ കഴിയാത്തവരാണല്ലോ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന അവരുടെ അവസ്ഥയാണ്. ഇനി എല്ലാ ദിവസവും ഈ തരത്തിലുള്ള പരാതികൾ വരികയാണ്. അതിന്മേൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. എന്തായാലും സ്മൃതി പരുത്തിക്കാട് നമ്മുടെ പൊതുജന ആരോഗ്യ രംഗത്തെ പറ്റി അത്ര തൃപ്തികരമായ പൊസിഷനിലല്ല. അവർ പറയുന്നത് ഈ സിസ്റ്റം ആകെ ഫെയിലിയർ തന്നെയാണ്. ദിവസവും വലിയ തോതിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണത്രേ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്കുണ്ടായ ഈ ദുരന്തവും. ഇതാണ് സ്മൃതി പരുത്തിക്കാടിന്റെ അഭിപ്രായം. നമുക്കറിയാം പൊതുജന വിദ്യാഭ്യാസത്തെ പറ്റിയും പൊതുജന ആരോഗ്യ രംഗത്തെ പറ്റിയും കേരളം വലിയ തോതിൽ ഊറ്റം കൊള്ളുന്നുണ്ട്. നമ്പർ 1 ഈ 2 കാര്യത്തിലും. ശരിയാണ്. മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും നമ്മൾ അവരെക്കാൾ ബഹുദൂരം മുന്നിലാണ്. അതിനർത്ഥം നമ്മുടെ ഈ 2 രംഗങ്ങളും പരിപൂർണമായ എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള അഭിപ്രായമില്ല. വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ഇവിടെ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം എയ്ഡഡ് സ്കൂളുകളുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഒരുപാട് മുന്നിലാണ് ആ കാര്യത്തിൽ. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും സ്വകാര്യ ആശുപത്രികളുമുണ്ട്, ഗവൺമെൻറ് ആശുപത്രികളുമുണ്ട്. രണ്ടും ഒരുവിധം നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. സാമ്പത്തികമായി ചുറ്റുപാടുള്ളവൻ ഒരു വിധത്തിൽ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകും. കാരണം മറ്റിടത്ത് പോയി കഴിഞ്ഞാൽ വലിയ തോതിലുള്ള തിരക്കുകളായിരിക്കും, സൗകര്യക്കുറവുണ്ട്. ഇതെല്ലാം പൊതുജനത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലുള്ള അത്രത്തോളം ചെലവ് വരില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അവിടെയും ചെലവുകളെല്ലാം വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. മരുന്നൊക്കെ ചിലപ്പോൾ പുറമേ നിന്ന് വാങ്ങിക്കേണ്ടി വരും, സാധനങ്ങൾ പുറമേക്ക് വാങ്ങിക്കേണ്ടി വരും. കാരണം സർക്കാർ ഫണ്ടൊക്കെ വരുന്ന മുറയ്ക്ക് മാത്രമാണ് മരുന്നുകളോ ഉപകരണങ്ങളൊക്കെ പലപ്പോഴും അവിടെ ലഭ്യമാകുന്നത്. എന്നിരുന്നാലും സ്വകാര്യ മേഖലയിൽ ഉണ്ടാകുന്ന അത്ര ചെലവ് പലപ്പോഴും
സർക്കാർ മേഖലയിൽ വരാത്തത് കൊണ്ടാണ് ഈ തോതിലുള്ള വലിയ തള്ളിച്ച. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കണക്കനുസരിച്ച് ദിവസവും 3000 OP പേഷ്യൻസാണ് അത്രയും അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയാൻ പറ്റുമോ? ഏതാണ്ട് ഒരു വർഷത്തിൽ 1,00,000-ലധികം പേര് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബാഹുല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തിരുവനന്തപുരത്ത് അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കണം. എല്ലാ സൗകര്യങ്ങളുമുള്ള മെഡിക്കൽ കോളേജിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം തന്നെ ഈ അടുത്ത കാലത്താണ് വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബാലാരിഷ്ടതകളും അവിടെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളും ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ മറികടന്ന് മുന്നോട്ട് പോകുക എന്ന് മാത്രമാണ് വഴി. അതിനിടയിലുണ്ടാകുന്ന ഇത്തരം ചില സംഭവങ്ങൾ തീർച്ചയായും വേദനാജനകവും പ്രതിഷേധാർഹവുമാണ്. അതുകൊണ്ട് സ്മൃതി പറഞ്ഞത് പലതും അർദ്ധസത്യങ്ങളാണെങ്കിലും അത് മൊത്തത്തിൽ നമ്മുടെ മൊത്തം സിസ്റ്റത്ത് ഫെയിലിയറാണ്, ഇനി ഇതെല്ലാം തകർന്നടിയും എന്ന വലിയൊരു നിരാശയുടെ ആവശ്യമുണ്ടോ എന്ന് തുടർന്ന് സംസാരിക്കുന്നവരുടെ അഭിപ്രായങ്ങളും കൂടെ കേട്ട് നമുക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലിടണം. ഏതായാലും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം, അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം എന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും ബോധ്യപ്പെടുത്തുന്നതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റി എന്നത് തന്നെയാണ്. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ ഈ സിസ്റ്റം മുഴുവൻ തകർന്നു പോയി, ഈ സിസ്റ്റം മുഴുവൻ തകരാറിലാണ് എന്ന് വിലയിരുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പൊ കേട്ടത് ഒരു പക്വമായ അഭിപ്രായ പ്രകടനം. സ്മൃതിയെ പോലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തന രീതിയല്ല ഇദ്ദേഹം പുലർത്തുന്നത്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതെന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്ത് പിഴവാണ് മെഡിക്കൽ കോളേജിന് പറ്റിയത് എന്ന് കൃത്യമായി പറയുന്നു. കാരണം ആ രോഗിയുടെ ശാരീരികാവസ്ഥ കൃത്യമായി ഡോക്ടർമാർ അവരോട് പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്നവരോടോ രോഗിയോട് പലപ്പോഴും ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഈ തരത്തിലാണ് നിങ്ങളുടെ ശാരീരികാവസ്ഥ, അതുകൊണ്ട് നിങ്ങൾ ഈ വിധത്തിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്ന ആ രോഗിയോട് പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് തന്നെ അനർത്ഥം സംഭവിച്ചേക്കാം. അതുകൊണ്ട് പലപ്പോഴും രോഗിയോട് നേരിട്ട് പറയാതെ ബൈസ്റ്റാൻഡേഴ്സിനോടോ ബന്ധുക്കളോടോ ഒക്കെ വിവരം അറിയിക്കുന്ന ഒരു സാധാരണ രീതിയുണ്ട്. അതിവിടെ നടന്നില്ല എന്ന് വേണം കരുതാനെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അത് ഒരു സത്യമാകാനുള്ള ഒരു വഴിയുണ്ട്. പലപ്പോഴും ഒരു പക്ഷേ ഇത്രയധികം രോഗികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹവും ഒരു മനുഷ്യനായതുകൊണ്ട് പലപ്പോഴും ഇത്തരം കമ്മ്യൂണിക്കേഷൻസൊക്കെ നടക്കാറില്ല. അവർ വേണ്ട ചികിത്സ കൊടുക്കും. അതിവേഗം ഒരു രോഗിയെ പരിശോധിച്ച് അടുത്ത രോഗിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇത്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കാനും അവരോടൊക്കെ സംസാരിച്ച് നിൽക്കാനും സമയമില്ലാത്തത് കൊണ്ടായിരിക്കാം. നമുക്കറിയാം അവിടുത്തെ തിരക്കിനെ പറ്റി സൂചിപ്പിച്ചതുകൊണ്ടാണ് പറയുന്നത്. ഇത്രയധികം രോഗികൾ, സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. വലിയ തോതിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ ആഡംബര സൗകര്യങ്ങളുള്ള മുറികളിലും വലിയ സൗകര്യങ്ങളിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചികിത്സിക്കാൻ പോകാൻ പറ്റും. ഇത് പണച്ചെലവ് വരാതിരിക്കാൻ മറ്റൊരു സൗകര്യവും ഇല്ല, മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളവരാണ് ഇത്തരം ആസ്പത്രികളെ, ഗവൺമെൻറ് ആസ്പത്രികളെ ധർമാസ്പത്രി എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ആ ഒരവസ്ഥയിൽ ചികിത്സിക്കാൻ വരുന്നവരാണത്. അപ്പോൾ അവിടെ ഇത്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള സൗകര്യം കൂടെ അറ്റ്ലീസ്റ്റ് ഈ റെക്കോർഡ് നോക്കിയിട്ട് അതിന് അർഹതപ്പെട്ട ഒരു ഡോക്ടർ, ഒരു റിലേഷൻഷിപ്പ് മാനേജറെ പോലെ പ്രവർത്തിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരില്ലായിരുന്നു എന്ന് കാര്യം ഉറപ്പ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണ് ഇത് മുഴുവൻ അഴിമതിയാണ്, കൈക്കൂലിയാണ്, എന്നെ കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ടാണ് ചികിത്സിക്കാത്തത് എന്നൊക്കെ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കാം. ഇനി മറ്റെന്തെങ്കിലും ആവട്ടെ, അത് പുറത്തു വരട്ടെ. എന്തായാലും നമുക്ക് അടുത്ത ആൾക്ക് എന്താ പറയാനുള്ളതെന്നും കൂടെ കേട്ടു നോക്കാം. വീണ്ടും സിസ്റ്റം തകരാറിലാണോ എന്നുള്ളതാണ് ചോദ്യം. സിസ്റ്റം ഈ വിഷയത്തിൽ തകരാറിലല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രവുമല്ല, ഒരു സിസ്റ്റവും ഉണ്ടാവാതിരുന്ന ഒരിടത്ത് നിന്നാണ് ഈ സിസ്റ്റം എന്ന് പറയുന്ന ആശയത്തിലേക്ക് തന്നെ മെഡിക്കൽ കോളേജുകൾ വന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഉദാഹരണത്തിന് നമുക്ക് കാത്ത് ലാബ് മാത്രം എടുക്കാം. ഈ UDF സർക്കാരിൻ്റെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നു? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രതിപക്ഷ നേതാവിനുള്ള ചോദ്യമാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ മൊത്തം 13 മെഡിക്കൽ കോളേജുകളാണല്ലോ ഇപ്പോൾ നമുക്കുള്ളത്. UDF സർക്കാരിൻ്റെ കാലത്ത് എത്ര കാത്ത് ലാബുകൾ, എത്ര മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്നു? ഞാൻ എണ്ണി തന്നെ പറഞ്ഞു തരാം. കാത്ത് ലാബുകൾ, പ്രേക്ഷകർക്ക് കാത്ത് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുന്ന ഹൃദയ സംബന്ധമായ അസുഖം വരുന്ന രോഗികളെക്ക് കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് നടത്തുന്ന, ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു തുടങ്ങിയത് എന്ന് മുതലാണ്.
1997 നയനാ സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും 2 കാത്ത് ലാബുകൾ വരുന്നുണ്ട്. VS അച്യുതാനന്ദന്റെ കാലത്ത് കോട്ടയത്ത് 2008 ആലപ്പുഴയിൽ 2011 മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബുകൾ വന്നു. എറണാകുളത്ത് 2018 തൃശ്ശൂരിൽ 2017 മഞ്ചേരിയിൽ 2018 വയനാട്ടിൽ 2024 കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു. മൊത്തം 13 മെഡിക്കൽ കോളേജുകളിൽ 10 മെഡിക്കൽ കോളേജുകളിലും കാസർഗോഡും പത്തനംതിട്ടയും ഇടുക്കിയും ഒഴിച്ചു നിർത്തി 10 മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നത് LDF സർക്കാരാണ്. UDF സർക്കാരിന്റെ കാലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ പോലും ഒരു കാത്ത് ലാബ് പോലും തുടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല. ഇതാണ് അതിന്റെ വാസ്തവം. അപ്പോൾ പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല ജനറൽ ഹോസ്പിറ്റലുകളിൽ അടക്കം കാത്ത് ലാബുകൾ വന്നതിന്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. വയനാട്ടിൽ 2024, കൊല്ലത്ത് മെഡിക്കൽ കോളേജിൽ 2021, കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ 2023 കാത്ത് ലാബ് വരുന്നു. കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ 2022 കാത്ത് ലാബ് വരുന്നു. തൃശ്ശൂരിൽ ജില്ലാ ഹോസ്പിറ്റലിൽ 2022 കാത്ത് ലാബ് വരുന്നു. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ 2022 കാത്ത് ലാബ് വരുന്നു. ഇടുക്കി അടിമാലിയിൽ ഈ കാത്ത് ലാബിന്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. UDF സർക്കാരിന്റെ കാലത്ത് കാത്ത് ലാബുകൾ തുടങ്ങിയത് 0. ആകെ LDF സർക്കാരിന്റെ കാലത്താണ് മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റ് ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും കാത്ത് ലാബുകൾ തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങേയറ്റം സത്യസന്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളത് എന്നുള്ളത് അവിടെ ചികിത്സ തേടിപ്പോകുന്ന മനുഷ്യർക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി എല്ലാവർക്കും അറിയാം. അവിടെ എത്തുന്ന രോഗികളുടെ അത്ര സംവിധാനം ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല. അത് ഇതുവരെയും സാധ്യമായിട്ടില്ല. അങ്ങനൊരു സാധ്യതയിലേക്കാണ് നമ്മൾ വളരേണ്ടത് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവിടെ മെഡിക്കൽ കോളേജിന്റെ എമർജൻസി മെഡിസിന്റെ വാർഡിൽ ആ 28ാമത്തെ വാർഡിൽ പോകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ പോയാലും നിങ്ങൾക്ക് കാണാം അവിടെ തറയിൽ പേഷ്യൻസ് ഇരിപ്പുണ്ടാവും, തറയിൽ പേഷ്യൻസ് കിടപ്പുണ്ടാവും. കാരണം അതെന്താ? അത് അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അഡ്മിഷൻ വാർഡാണ്. അവിടെ ഏത് സമയത്ത് പോയാലും അതാണ് അവസ്ഥ. കാരണം മൾട്ടിപ്പിൾ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഈ വേണുവിനെ വളരെ പെട്ടെന്ന് ICUയിലേക്ക് കൊണ്ടുപോകുന്നു, വെന്റിലേറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വേണുവിന് രക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ അരുൺകുമാർ ഇത്രയും ദീർഘമായി പറഞ്ഞു വന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെല്ലാം പാലും തേനും ഒഴുകുകയാണ്, അവിടെ ഒരു പ്രശ്നവുമില്ല, അവിടെ എല്ലാം സിസ്റ്റം ക്ലിയർ ആണെന്നാണ് പറയുന്നത്, എല്ലാം ഭംഗിയായി നടക്കുന്നു. ഈ സ്മൃതി പറയുന്നത് പോലെ അല്ല എന്ന് തന്നെയാണ്. അത്ര ഗംഭീരമായിട്ട് സുഗമമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഒരു സിസ്റ്റം ഫെയിലിയറും ഇല്ല. എന്നാൽ അത് സ്മൃതി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. സ്മൃതിക്ക് അരുണിനോട് കൊമ്പ് കോർക്കാനുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞ തെറ്റാണെന്നും തെറ്റിദ്ധാരണ ഒന്നാമത്തെ കാര്യം സിസ്റ്റർ എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ്. ഒന്നാമത്തെ കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആ എററായ സിസ്റ്റം ഇതുവരെ ശരിയായിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, ഒന്നാമത്തെ കാര്യം സുനിലേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതായത് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, മരിച്ചയാൾ മരിക്കുന്ന ദിവസം പകലാണ് സുഹൃത്തിനെ ഈ ശബ്ദ സന്ദേശം അയക്കുന്നത്. അയാൾക്ക് കിട്ടുന്ന ചികിത്സയെക്കുറിച്ച് ഒരു ബോധ്യപ്പെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഇത് പറയില്ലെന്നേ. അദ്ദേഹത്തോട് റൂഡായിട്ടും മോശമായിട്ടും നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല, ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. ഇതിലൊന്നും അപ്പോൾ മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളുടെ എണ്ണം പറയുകയും ഇത്ര അന്നത്തെ കാലത്തില്ല ഇന്നത്തെ കാലത്തുണ്ട് എന്ന എണ്ണം എടുക്കുക, ഇതാണ് ഒരു മിനിറ്റ് ആരോഗ്യമന്ത്രി കെട്ടിടം വീണപ്പോഴും പറഞ്ഞത് ഇതാണ്. വസ്തുതകൾ പറയുമ്പോൾ കണക്ക് വേണ്ടെന്ന് അല്ല, ഇവിടെ കണക്കല്ല. ഇവിടെ മനുഷ്യത്വത്തോടുകൂടി ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ കുടുംബം ആ വിഷമം പറയുമ്പോൾ ആ മരിച്ചയാൾ മരണമൊഴി നൽകുമ്പോൾ അതിനോടാണ് നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരും രണ്ട് പക്ഷത്താണെന്ന് മനസ്സിലായി. ഒരാൾ സിസ്റ്റം മൊത്തത്തിൽ ഫെയിലിയർ ആണെന്നും മറ്റേയാൾ പറയുന്നത് സിസ്റ്റത്തിന് ഒരു കംപ്ലൈന്റും ഇല്ല എന്നും വളരെ പക്കയാണെന്നും പറയുമ്പോൾ ഇനി നമുക്ക് ഒരു നാലാമതൊരാളുടെ അഭിപ്രായം കൂടെ കേട്ട് നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം സ്വരൂപിക്കാമെന്ന് തോന്നുന്നു. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളാകാൻ സാധ്യതയില്ല. ഒരു ഡോക്ടർ വന്ന് ഇതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ആ രോഗി വിശ്വസിക്കുമെന്നാണ് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നത്. എല്ലാവരും അങ്ങനെയാണ്. ആ കാര്യം ഈ രോഗിയോട് പറഞ്ഞില്ലേ എന്നൊരു സംശയമുണ്ട്. അതാണ് സിസ്റ്റത്തിൻ്റെ 2ാം ഘട്ടം. എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും കൈക്കൂലി, നേരത്തെ നിങ്ങൾ തർക്കിച്ചതുപോലെ കൈക്കൂലി കൊടുത്തു ഇല്ല ആയിക്കൊള്ളണമെന്നില്ല. എന്നെ 3 ദിവസം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് രോഗിക്ക് തോന്നിയാൽ ഇത് ഉറപ്പായിട്ടും കൈക്കൂലി ആയിരിക്കും എന്ന് സ്വാഭാവികമായും വേണു തെറ്റിദ്ധരിച്ചതാവാം. പക്ഷേ ഒരു രോഗി
അദ്ദേഹത്തിൻ്റെ മരണമൊഴി, അദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം വിശ്വസിച്ചത് എനിക്ക് ചികിത്സ കിട്ടിയില്ല എന്നാണ്. സത്യം അതല്ല എന്ന് തെളിവുകൾ പറയുന്നു. നോക്കൂ, എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഒരു മനുഷ്യൻ എനിക്ക് ചികിത്സ കിട്ടാതെ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതി. അത് ഒരു വലിയ വീഴ്ച തന്നെയാണ്. മൊത്തത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് ചികിത്സയുടെ കാര്യത്തിലല്ല, ഈ രോഗിയുടെ രോഗത്തിൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുന്നതിൽ ആ സിസ്റ്റം ഫെയിലിയറായി എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ചികിത്സ പിഴവുണ്ടോ എന്ന് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന അന്വേഷണത്തിൽ തെളിയട്ടെ. പക്ഷെ അത് തെളിയുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അതും സിസ്റ്റം തകരാറിൻ്റെ ഭാഗമായാലോ. എന്ത് തന്നെയായാലും നമ്മുടെ പൊതുജനാരോഗ്യ രംഗം കുറ്റമറ്റതാകണമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. സിസ്റ്റം തകരാറിലാണോ എന്ന ചോദ്യത്തിന് 3 പേരും നോ, ഒരാൾ മാത്രം യെസ്.